അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇവിടെ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ യുദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിലപാടുകൾക്ക് വിരുദ്ധം എന്നുള്ളൊരു വിഷയമാണ്. ആദ്യമായിട്ട് ഇവിടെ ഞാനൊന്ന് ക്ലാരിഫൈ ഉദ്ദേശിക്കുന്നത്, ഞാനൊരു വിഷയത്തെ എപ്പോഴും അംഗീകരിച്ചിട്ടായിരിക്കണം പ്രതികരിക്കണം എന്നില്ല എന്നുള്ളത് ഓഡിയൻസിന് അവയർനെസ് നൽകുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ വിഷയത്തെ ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ആദ്യമായിട്ട് ഞാൻ യുദ്ധം എന്നുള്ളൊരു കൺസെപ്റ്റ് ഞാൻ വിശദീകരിക്കും. എന്താണ് യുദ്ധം? രണ്ടാമതായിട്ട് നബിതങ്ങളുടെ യുദ്ധങ്ങൾ എങ്ങനെയായിരുന്നു, നബിതങ്ങൾ ആരോടൊക്കെ യുദ്ധം ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ രീതിയിലുള്ള യുദ്ധങ്ങൾ നബിതങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട്. മൂന്നാമതായിട്ട് നബിതങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടുക എന്നതിന് പുറമെ നബിതങ്ങൾ എങ്ങനെയാണ് യുദ്ധത്തിനോട് എൻഗേജ് ചെയ്തത്, യുദ്ധം എന്നുള്ളൊരു കൺസെപ്റ്റിനോട് അല്ലെങ്കിൽ ഒരു തിയറിയോട് നബിതങ്ങൾ എങ്ങനെ എൻഗേജ് ചെയ്തു. മൂന്നാമതായിട്ട് യുദ്ധം വിരോധിക്കാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു അധാർമികനായിട്ടുള്ള മനുഷ്യനാണോ അല്ലെങ്കിൽ അധാർമികനായിട്ടുള്ള ദാർശനികനാണോ എന്നുള്ളൊരു ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യും. ലാസ്റ്റായിട്ട് എന്താണ് എൻ്റെ ഈ ഒരു പ്രസൻറ്റേഷൻ്റെ ഒരു ആർഗ്യുമെൻറ്റേഷൻ എന്താണ്, റിസർച്ച് കൺക്ലൂഷൻ എന്താണെന്നാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ വിഷയത്തിനെ ആദ്യമായിട്ട് ഞാൻ എതിർക്കുകയാണ്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധം എന്നുള്ള ആശയത്തോട് വിരോധം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതിനുള്ള റീസൺ എന്താണെന്നുള്ളത് ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ്റെ ഉടനീളം ഞാൻ അവതരിപ്പിക്കും. എൻ്റെ റിസർച്ച് ആർഗ്യുമെൻറ്റ് എൻ്റെ റിസർച്ച് കൺക്ലൂഷനിൽ ഞാൻ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് യുദ്ധം? യുദ്ധം എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നുള്ളത് ഇറ്റ്സെൽഫ് അതൊരു അധാർമികമായിട്ടുള്ള കാര്യമല്ല. യുദ്ധം എന്നുള്ളത് ഏത് രീതിയിൽ വ്യാഖ്യാനിപ്പിക്കപ്പെടുന്ന, നമുക്ക് ജനറലി എല്ലാവരും യുദ്ധങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ സാഹിത്യപരമായിട്ടോ ഏത് മനുഷ്യൻ എൻഗേജ് ചെയ്യുന്ന മേഖലകൾ തമ്മിലുള്ള പോരാട്ടങ്ങളെ നമുക്ക് യുദ്ധമായിട്ട് വിശദീകരിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക്, യുദ്ധം എന്നുള്ളൊരു ആശയത്തെ നമ്മളെ പെർട്ടിക്കുലർ വിഷയത്തിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യുദ്ധങ്ങളെ കുറിച്ചാണ്. അപ്പോൾ എന്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും യുദ്ധത്തിനോട് വിരോധിയായിരുന്നു എന്നുള്ളത് നബി തങ്ങളുടെ ജീവിതത്തിനോട് ഒത്തുപോകുന്ന ഒരു കണക്കിന് ആർഗ്യുമെൻ്റായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. നബി തങ്ങൾ എന്ത് യുദ്ധത്തിലാണ് ഏർപ്പെട്ടിരുന്നത് എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായിട്ട് വരുന്ന അടുത്തൊരു ചോദ്യം. അപ്പോൾ നബി തങ്ങളുടെ യുദ്ധങ്ങൾ നമ്മൾ മൊത്തത്തിൽ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ യുദ്ധത്തിൻ്റെയും പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റുകളെ അനലൈസ് ചെയ്യാനുള്ളൊരു സമയത്തിൻ്റെ പരിമിതി കാരണം നബിതങ്ങളുടെ യുദ്ധത്തിന് ടോട്ടൽ ഞാൻ രണ്ട് ക്ലാസിഫിക്കേഷനിലേക്ക് കൊണ്ടുവരാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം ചെയ്യുന്നത് ഒന്ന് സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടായിരുന്നു. നബിതങ്ങളുടെ ഭൂരിഭാഗം യുദ്ധങ്ങളെ നമുക്ക് സെൽഫ് ഡിഫെൻസിൻ്റെ ഭാരമായിട്ട് കാണാം. ഈ സെൽഫ് ഡിഫെൻസ് തന്നെ ഒന്നുകിൽ ഇങ്ങോട്ട് അക്രമം ഉണ്ടായതിന് ശേഷമാകാം, അല്ലെങ്കിൽ അക്രമം ഉണ്ടാകാനുള്ള സൂചന കിട്ടിയതിന് ശേഷമാകാം. ഈ രണ്ട് രീതിയിൽ നബിതങ്ങളുടെ സെൽഫ് ഡിഫെൻസ് പരമായിട്ടുള്ള യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമതായിട്ടുള്ള നബിതങ്ങളുടെ ഒരു യുദ്ധം എന്നുള്ളത് അനീതിക്കെതിരെയുള്ള യുദ്ധങ്ങളാണ്. ഇങ്ങോട്ട് അക്രമമില്ലെങ്കിലും അനീതികൾ നടന്നിരുന്ന സ്ഥലത്ത് അനീതികൾ പൊളിച്ചെടുക്കാനുള്ള യുദ്ധം എന്നുള്ള രീതിയിൽ നബിതങ്ങളുടെ യുദ്ധത്തെ നമുക്ക് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നബിതങ്ങളുടെ നബിതങ്ങൾ ചെയ്ത യുദ്ധങ്ങളെ നമ്മൾ കുറിച്ച് ഞാൻ ചർച്ച ചെയ്തു. ഇനി ഓരോ യുദ്ധങ്ങളും ഞാൻ പെർട്ടിക്കുലർ വിഷയം ചെയ്യുന്നില്ല, കാരണം ഇവിടെ യുദ്ധം എന്നുള്ളൊരു ആശയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഇതല്ലാത്ത ഇവിടെ ഒരു പെർട്ടിക്കുലർ നമ്മൾ പറയേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ അനീതിക്കെതിരെ സെൽഫ് ഡിഫെൻസിനെതിരെയും അല്ലാതെ മതത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി മാത്രമായിരുന്നു, അല്ലെങ്കിൽ അധാർമികമായിട്ട് മതത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി മാത്രം യുദ്ധം ചെയ്യുമായിരുന്നു എന്നുണ്ടെങ്കിൽ നബിതങ്ങൾക്ക് വേണമെങ്കിൽ അവിടെയുള്ള എത്യോപ്യ എന്നുള്ള രാജ്യത്തെ നബിതങ്ങൾ ആക്രമിക്കാമായിരുന്നു. പക്ഷേ ചുറ്റുവട്ടത്തുള്ള ആ രാജ്യങ്ങൾ ആക്രമിച്ചതിന് ശേഷം നബിതങ്ങൾ എത്യോപ്യ എന്നുള്ള രാജ്യത്ത് ആക്രമിക്കാതിരിക്കാനുള്ള കാരണം നബിതങ്ങളും അവരും തമ്മിലുള്ള ക്രിയാത്മകമായിട്ടുള്ള ബന്ധം നിലനിർത്തി എന്നുള്ളത് കാരണം കൊണ്ടാണ്. ഇനി അടുത്തായിട്ട് ചോദിക്കുന്നത്, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം എന്നുള്ള ഒരു ആശയത്തോടെ എൻഗേജ് ചെയ്തത്? ആ ഒരു കോൺസെപ്റ്റലൈസേഷൻ ഇസ്ലാമിലേക്ക് എങ്ങനെയാണ് നബി തങ്ങൾ കൊണ്ടുവന്നത്? ഇതിൽ ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, യുദ്ധം എന്നുള്ളത് ഇറ്റ്സ് എ യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ട്രൂത്താണ്. ഏത് കാലത്തും മനുഷ്യൻ്റെ ആദ്യമകാലം മുതൽ മനുഷ്യൻ പോരടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പല രീതിയിലും മനുഷ്യന്മാർക്കിടയിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഈ യുദ്ധം എന്നുള്ളത് ബൈ നാച്ചർ ഒരിക്കലും ഒരു ന്യൂട്രൽ സാധനമാണ്. അതൊരിക്കലും നമുക്ക് നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ യുദ്ധം എന്നുള്ളൊരു ആശയത്തെ എങ്ങനെ എൻഗേജ് ചെയ്തു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുവരെ നിലനിന്നിരുന്ന യുദ്ധം എന്നുള്ളൊരു ആശയത്തിന് നബി തങ്ങൾ ഒരു മോറൽ ഫ്രെയിം വർക്ക് നൽകി എന്നുള്ളതാണ്. അത് ഏത് കാര്യത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ പോലെ നബി തങ്ങൾ ഒരു മോറൽ ഫ്രെയിം വർക്ക് യുദ്ധത്തിന് നൽകുകയാണ് ചെയ്തത്. അതിൻ്റെ ഒരു മുഴുവൻ വിശദീകരണവും നബി തങ്ങളുടെ മുഴുവൻ യുദ്ധത്തിൻ്റെ ധാർമ്മിക വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാൻ എനിക്ക് അവസരമില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു കോർ പോയിന്റുകൾ പറയുകയാണ്. ഒന്നാമതായിട്ട് നബി തങ്ങളുടെ യുദ്ധം പോരാളികൾക്കിടയിൽ മാത്രം റിജിഡായിട്ടുണ്ടായിരുന്നു, മാത്രം നിലനിന്നിരുന്നൊരു യുദ്ധമായിരുന്നു. രണ്ടാമതായിട്ട് യുദ്ധത്തിന് കർശനമായിട്ട് പ്രകൃതിയെ കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ പ്രകൃതിയെ നശീകരിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു യുദ്ധങ്ങൾ നബിതങ്ങൾ അനുവദിച്ചിരുന്നില്ല. രണ്ടാമതായിട്ട് അവരുണ്ടായിരുന്ന സ്ത്രീകളെ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്രമിക്കാൻ അനുവദിച്ചിരുന്നില്ല. പിന്നെ മൂന്നാമതായിട്ട് യുദ്ധങ്ങളിൽ നിന്ന് പിടിക്കപ്പെടുന്ന ക്യാപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ ക്യാപ്റ്റീവ്സിനെ, അത് ഏത് കാലഘട്ടത്തിലും എല്ലാ സമുദായത്തിൽ നിലനിന്നിരുന്ന ഒരു കാര്യമാണ് അടിമകൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ ക്യാപ്റ്റീവ്സിന് പോലും എങ്ങനെ ഹ്യൂമൻ റൈറ്റ്സ് നൽകണം, അല്ലെങ്കിൽ എങ്ങനെ അവരോട് പെരുമാറണം എന്നുള്ളതിന് കൃത്യമായുള്ള ധാർമ്മിക നിലപാടുകൾ നൽകിയിട്ട് യുദ്ധത്തിനെ ഒരു മോറൽ ഫ്രെയിം വർക്കിലേക്ക്, ഒരു ഹ്യൂമാനിറ്റേറിയൻ ഫ്രെയിം വർക്കിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് നബി തങ്ങളുടെ യുദ്ധത്തിനോട് ചെയ്ത പ്രധാനപ്പെട്ട എൻഗേജ്മെന്റ് എന്നുള്ളത്. ഇനി
ഇനി ഞാൻ പറഞ്ഞു ഡീപ്പായിട്ട് ഇതിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഇനി അടുത്തതായിട്ട് യുദ്ധത്തെ എതിർക്കാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അധാർമികനാണോ? ഇതിൽ എൻ്റെ പ്രസൻറ്റേഷൻ ഉടനീളം ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഇത് തന്നെയാണ് എൻ്റെ ഒരു റിസർച്ച് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഞാൻ കൊണ്ടുവന്നിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം ബൈ നാച്ചർ ഇറ്റ്സ് എ ന്യൂട്രൽ സാധനമാണ്. അപ്പോൾ യുദ്ധത്തിന് ഒരിക്കലും നെഗറ്റീവ് സൈഡിലേക്ക് പോസിറ്റീവ് സൈഡിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷേ യുദ്ധത്തിനെ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതിനാണ് യുദ്ധത്തിനെ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത്. അപ്പോൾ യുദ്ധത്തെ ഞാൻ ഉദ്ദേശിക്കുന്നത് യുദ്ധം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്താണെങ്കിലും ഏത് കാലത്താണെന്നുണ്ടെങ്കിലും അനീതി നടക്കുന്നവർക്കെതിരാണെന്നുണ്ടെങ്കിലും സെൽഫ് ഡിഫെൻസിനെതിരാണെന്നുണ്ടെങ്കിലും യുദ്ധം ഏറ്റവും ന്യായീകരിക്കപ്പെട്ട യുദ്ധം ചെയ്യാതിരിക്കൽ അധാർമികമാണെന്ന വശമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള ഒരു നിലപാടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിൽ കൊണ്ടുവന്നുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തെ സ്വീകരിച്ചു എന്നുള്ളത് ഏറ്റവും മാനവികമായിട്ടുള്ള നിലപാടാണ്. കാരണം അധാർമികത കുത്തഴിഞ്ഞടന്ന സമയത്ത് യുദ്ധം ചെയ്യാതിരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അതിനെ എതിർക്കാതിരിക്കുക എന്നുള്ളത് ഇന്നത്തെ ഫലസ്തീനിൽ നാം കൃത്യമായിട്ട് നമ്മൾ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് യുദ്ധത്തെ ചെയ്യാതിരിക്കുക എന്നുള്ളതും അധാർമികമാണ്. അത് നല്ല കാര്യത്തിന് വേണ്ടി യുദ്ധത്തെ ചെയ്യുക എന്നുള്ളത് ധാർമ്മികവുമാണ്. ഇനി ഇതിനപ്പുറത്ത് അനീതിയോട് കൂടിയിട്ട് പവറിനെ ദുരുപയോഗിച്ച് ഒരുപാട് ഭരണകർത്താക്കളുണ്ടായിരുന്നു. ആ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യുദ്ധം നെഗറ്റീവാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നന്മകളെ മാത്രം സ്വീകരിച്ച ഒരു കൺസെപ്റ്റലൈസേഷൻ ആയിരുന്നു നബിതങ്ങളുടെ വാർ കൺസെപ്റ്റ്. ലോകത്ത് എവിടെയെങ്കിലും ഇപ്പോൾ വിശുദ്ധ യുദ്ധം നടക്കുന്നുണ്ടോ? ലോകത്ത് എവിടെയെങ്കിലും വിശുദ്ധ യുദ്ധം ഇപ്പോൾ നടക്കുന്നുണ്ടോ? ലോകത്ത് എവിടെയെങ്കിലും വിശുദ്ധ യുദ്ധം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആദ്യമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം ഫലസ്തീനാണെങ്കിൽ ഫലസ്തീൻ ഡിഫെൻസ് ചെയ്യുന്നത് ഒരു വിശുദ്ധ യുദ്ധമാണെന്ന് പറയാം. അല്ലെങ്കിലും യുദ്ധം എന്നില്ല, അതൊരു യുദ്ധമല്ല. യുദ്ധം എന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ ലോകത്ത് ധാർമ്മികമായി നടക്കുന്ന ഒരു യുദ്ധത്തെയും എൻ്റെ അറിവിലില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു യുദ്ധം ഇന്ന് ലോകത്തില്ല. ഈ നീതിക്ക് വേണ്ടി പോരാടുമ്പോഴും പീഡനങ്ങൾക്കെതിരെയും ഒക്കെയാണ് യുദ്ധം എന്നാണ് പറഞ്ഞത്. പക്ഷേ അതങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ കഴിയുമോ? കാരണം പേർഷ്യൻ റോമൻ സാമ്രാജ്യങ്ങൾക്കൊക്കെ കത്തയച്ച് പിന്നെ ഞങ്ങളോട് വരാൻ പോവാണ്, ഒന്നുകിൽ ഞങ്ങളെ മതം സ്വീകരിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ വന്നാൽ പൊട്ടിക്കും എന്ന രീതിയിലായിരുന്നു. അങ്ങനെ ഒരാൾ വാദിച്ചാൽ അതിനെങ്ങനെയാണ് പിന്നെ പ്രതികരിക്കുക എന്നുള്ളതാണ് ചോദ്യം. അതെ, ഇവിടെ ഞാൻ ഈ ഒരു യുദ്ധത്തിന് രണ്ട് രീതിയിൽ ചെയ്തിരുന്നു. ഒന്ന് സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത് അനീതി നടക്കുന്ന ഒരു സ്ഥലത്ത് അനീതിയെ തടുക്കാൻ വേണ്ടി നമുക്ക് യുദ്ധം ചെയ്യാം. അത് നമ്മുടെ തൊട്ടടുത്താണ്, നമ്മളോടുമായിട്ട് യാതൊരു എൻഗേജ്മെൻറ്റും ഇല്ലാത്തൊരു നാട്ടിലാണെങ്കിൽ പോലും അവിടെ അനീതി നടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് അനീതി എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഫെമിനിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വൻ അനീതി നടക്കുന്നത്. ഭർത്താവിൻ്റെ കയ്യിൽ ഭാര്യ നിൽക്കാൻ പാടില്ല, അപ്പോൾ ഒരു കയറി യുദ്ധം ചെയ്യേണ്ടി വരും. അങ്ങനെ പറയണമെങ്കിൽ അത്ര നാടുകളിൽ പോയി യുദ്ധം ചെയ്യേണ്ടി വരും. അനീതിയെ നീതിയൊക്കെ എങ്ങനെ നിർണ്ണയിക്കുക, നിശ്ചയിക്കുക, നിർവചിക്കുക എന്നുള്ള പ്രശ്നം കൂടി അവിടെ ഉണ്ട്. അതും കൂടി ചേർത്തിട്ടുള്ളൊരു ആൻസറാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞാൻ ഈ ഒരു ചോദ്യത്തെ ഞാൻ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിനപ്പുറത്ത് ഇങ്ങനെ ഒരു ചോദ്യത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് യുദ്ധത്തെ നിരാകരിക്കുന്നതുകൊണ്ടുള്ളൊരു സോഷ്യൽ പ്രോബ്ലം കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അഥവാ മറ്റുള്ളവർക്ക് അവരുടേതായിട്ടുള്ള നീതികളില്ലേ, എനിക്ക് എൻ്റെതായിട്ടുള്ള നീതികളില്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വൈറ്റ് കോളർ ജോബ് എന്ന് പറയില്ലേ, ഇവിടെ സിവിലൈസ്ഡ് അല്ല, ഈസ്റ്റേൺ രാജ്യങ്ങളൊന്നും സിവിലൈസ്ഡ് അല്ല, ട്രൈബലാണ്. അപ്പോൾ ഞങ്ങളുടെ സിവിലൈസേഷൻ അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ കോളനൈസ് ചെയ്യുകയാണ് എന്നുള്ളൊരു കോളനൈസേഷൻ യുക്തി അതിനകത്ത് പ്രവർത്തിക്കുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. അതെ, ഞാൻ അതിലേക്ക് തന്നെ വരുന്നത്. ആ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷേ ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം, ഈ വിഷയത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉള്ളൊരു പ്രശ്നത്തിന് ഞാൻ ആദ്യം ഇവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കണം. അഥവാ ഓരോരുത്തർക്കും സബ്ജക്റ്റീവായിട്ടുള്ള മൊറാലിറ്റികളുണ്ട്. അവർക്ക് അവരുടെ മൊറാലിറ്റികൾക്ക് അനുസരിച്ച് ജീവിക്കാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഇന്നിപ്പോൾ ഇസ്രായേൽ ഫലസ്തീനെ ആക്രമിക്കുന്ന സമയത്ത് ഇസ്രായേലിൻ്റെതായിട്ടുള്ള ധാർമ്മികത ഉണ്ട്. അവർ ധാർമ്മികമായി വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന യുദ്ധമാണ്. നമ്മൾ അതിനെ എതിർക്കാൻ പാടില്ല, അവർക്കെതിരെ പോരടിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ലോകത്ത് അനീതിപരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അധികാരങ്ങൾക്കെതിരെയും നമുക്ക് ശബ്ദിക്കാൻ കഴിയാത്തൊരു സോഷ്യൽ റിയാലിറ്റി എന്നുള്ളൊരു സംഭവം അവിടെ വരും. പക്ഷേ നമുക്ക് ഈ സോഷ്യൽ റിയാലിറ്റി അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഒരു ആവശ്യകത ഉണ്ട്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു ഡിസ്കഷൻ മൊറാലിറ്റിയിലേക്ക് മാറുകയാണ്. അഥവാ യുദ്ധം എന്നുള്ളതിനപ്പുറത്ത് യുദ്ധത്തെ തീരുമാനിക്കുന്നത് പിന്നിലുള്ള മൊറാലിറ്റി എന്നുള്ള വിഷയത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ആരാണ് മൊറാലിറ്റിയെ തീരുമാനിക്കേണ്ടത് എന്നുള്ള ഒരു അതോറിറ്റിയുടെ അല്ലെങ്കിൽ മൊറാലിറ്റിയുടെ ഒരു എപ്പിസ്റ്റമോളജിക്കൽ ഫൗണ്ടേഷൻ ആര് തീരുമാനിക്കണം എന്നുള്ള ഡിസ്കഷനിലേക്ക് മാറി. ആ മൊറാലിറ്റിയുടെ ഡിസ്കഷനിൽ ആര് ചെയ്യണം, അത് ഫിത്രത്ത് അനുസരിച്ചാവണോ, മതങ്ങളുടെ അതനുസരിച്ചാവണോ എന്നുള്ളതൊരു വേറെ ചർച്ചയാണ്, വിശദമായിട്ട് ചർച്ച ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു.